എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മനുഷ്യ മനസ്സിൻ്റെ അതിശക്തമായ ഒരു കഴിവിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കില്ല എന്ന്. നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നമ്മെ ശ്രദ്ധിക്കുന്നില്ലെന്നും ബന്ധങ്ങളിൽ അകൽച്ച അനുഭവപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ ചില ഔദ്യോഗിക കാര്യങ്ങളിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ലെന്നും ഒക്കെ വിധി എഴുതാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ മനസ്സിനെ ശരിയായ രീതിയിൽ ഏകാഗ്രമാക്കാൻ സാധിച്ചാൽ അസാധ്യമെന്നു കരുതിയ പലതും സാധ്യമാക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ മഹാവശ്യം അല്ലെങ്കിൽ രാജവശ്യം എന്നൊക്കെ വിളിക്കുന്ന വിദ്യകളെക്കുറിച്ച് പരാമർശമുണ്ട്. പണ്ടുകാലത്ത് ഇതിനായി പ്രത്യേക മന്ത്രങ്ങളും ഏലസുകളും ലേപനങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ശ്രീകൃഷ്ണപരുന്ത് പോലുള്ള സിനിമകളിൽ ഇതൊക്കെ ഒരു ഡ്രാമ പോലെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു മനഃശാസ്ത്രപരമായ സത്യമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മന്ത്രവാദത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത ഉപയോഗിച്ച് മറ്റുള്ളവരെ എങ്ങനെ ആകർഷിക്കാം, അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്നതിനെക്കുറിച്ചാണ്. ഇത് ഹിപ്നോട്ടിസത്തിൻ്റെ ഒരു വകഭേദമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഈ വിദ്യ പഠിക്കുന്നതിന് മുൻപ് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഒരിക്കലും മറ്റൊരാളെ ദ്രോഹിക്കാനോ ദുരുപയോഗം ചെയ്യാനോ ഉള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റാനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ബന്ധങ്ങളിലെ വിള്ളലുകൾ പരിഹരിക്കാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരാൻ ഈ വിദ്യ നിങ്ങളെ സഹായിക്കും. ദാമ്പത്യം അല്ലെങ്കിൽ പ്രണയബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ, അതായത് പങ്കാളികൾക്കിടയിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ പരിഹരിക്കാനും പരസ്പരമുള്ള ആകർഷണം വർദ്ധിപ്പിക്കാനും ഇത് ഉത്തമമാണ്. അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള വിജയത്തിന് നമുക്ക് ഈ വിദ്യ പ്രയോഗിക്കാവുന്നതാണ്. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി നിങ്ങളോട് അനുകൂലമായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിദ്യ പ്രയോഗിക്കാം. ഇത് അവരെ നിങ്ങളിൽ അഡിക്റ്റ് ആക്കുകയും നിഷേധാത്മകമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അടിയന്തരമായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ ഈ ഒരു വിദ്യ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഒരാൾ നിങ്ങളോട് അനാവശ്യമായി ദേഷ്യപ്പെടുകയോ ഉപദ്രവിക്കാൻ വരികയോ ചെയ്താൽ ഈ വിദ്യയിലൂടെ സെക്കൻഡുകൾക്കുള്ളിൽ അയാളെ ശാന്തനാക്കാൻ സാധിക്കും. പക്ഷേ ഇതിന് ഏകദേശം 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കഠിനമായ പരിശീലനം ആവശ്യമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വിദ്യയുടെ പരിശീലന രീതി എന്നത് നോക്കാം. ഈ വിദ്യ എങ്ങനെ പ്രാവർത്തികമാക്കാം? ഈ വിദ്യയുടെ അടിസ്ഥാനം നിങ്ങളുടെ ഏകാഗ്രത, അതായത് കോൺസെൻട്രേഷൻ ആണ്. മനസ്സ് എത്രത്തോളം ശാന്തവും ഏകാഗ്രവുമാകുന്നുവോ അത്രത്തോളം ഈ വിദ്യ ഫലിക്കുമെന്നതാണ്. ഇത് ചെയ്യേണ്ട വിധം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന റിവോൾവിംഗ് വീൽ ഇതിനായി നമുക്ക് ഉപയോഗിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ആ ചക്രത്തിൻ്റെ കൃത്യം മധ്യഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ സമയം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെയാണോ നിങ്ങളിലേക്ക് അഡിക്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ ആഴത്തിൽ ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ നേരിട്ടറിയില്ലെങ്കിൽ അവരുടെ ശബ്ദം മനസ്സിൽ സങ്കല്പിക്കുക. ഏറ്റവും കുറഞ്ഞത് 9 തവണയെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് തീവ്രമായി ആലോചിക്കണം. ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതായും നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നതായും സങ്കല്പിക്കുക. തുടക്കത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സഹായം ആവശ്യമായി വരും. ആഴ്ചയിൽ ഒരു 3 ദിവസമോ അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലോ ഇത് പരിശീലിക്കുക.
1 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കിതിൻ്റെ മാറ്റം മനസ്സിലാകും. 6 മാസം തുടർച്ചയായി ചെയ്താൽ പിന്നീട് ഈ വീഡിയോ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഉൾക്കണ്ണുകൊണ്ട് ഈ ശക്തി സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരാൾ നിങ്ങളിലേക്ക് അഡിക്റ്റ് ആവാൻ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി നിങ്ങളുടെ പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങളിലോ നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വിദ്യ പ്രയോഗിക്കാവുന്നതാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഈ ഒരു വിദ്യ കേവലം ഒരു വശീകരണ വിദ്യയല്ല, ഒരു വിശ്വാസം മാത്രമല്ല. ഇതിന് പിന്നിൽ ക്വാണ്ടം ഫിസിക്സ് പറയുന്ന ചില തത്വങ്ങളുണ്ട്. നമ്മുടെ ചിന്തകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട് എന്നതാണ്. നമ്മൾ ഒരാളെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുമ്പോൾ ആ ഊർജ തരംഗങ്ങൾ അവരിലേക്ക് എത്തുന്നു. ഇതിനെയാണ് ടെലിപ്പതി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ഏകാഗ്രമാകുന്നോ അത്രത്തോളം ആ സിഗ്നലുകൾ ശക്തമായിരിക്കും. ഹിപ്നോട്ടിസം എന്നത് ഒരാളുടെ ഉപബോധ മനസ്സിനെ, സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുന്ന രീതിയാണ്. ഇവിടെ നമ്മൾ ആ വ്യക്തിയെ നേരിട്ട് കാണാതെ തന്നെ അവരുടെ ഉപബോധ മനസ്സിലേക്ക് സ്നേഹത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും സന്ദേശങ്ങൾ അയക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില നിബന്ധനകളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഈ വിദ്യ ചെയ്യുന്നതിന് കർക്കശമായ നിബന്ധനകളൊന്നുമില്ല, പക്ഷേ ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു പ്രവൃത്തി, ഈ ഒരു വിദ്യ ചെയ്യാനായിട്ട് പ്രത്യേക സമയമില്ല. രാവിലെയോ രാത്രിയോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് സമയത്തും ഈ വിദ്യ നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ഥലം, വീട്ടിലോ ഓഫീസിലോ യാത്രയിലോ എവിടെ വെച്ചും നിങ്ങൾക്കിത് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കണം എന്നത് മാത്രമാണ് ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ വിശ്വാസം. ഇത് ഫലിക്കുമോ എന്ന സംശയത്തോടെ ചെയ്താൽ ഫലം ലഭിക്കില്ല. 100% ഉറപ്പോടെ വേണം ഇത് പരീക്ഷിക്കാനായിട്ട്. ഫുൾ പോസിറ്റീവ് എനർജിയോടുകൂടി മനസ്സിനെ ശാന്തമാക്കി വെച്ചുകൊണ്ട് ഈ ഒരു കാര്യം ഫലവത്താവും എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഈ ഒരു കർമ്മം നിർവഹിച്ചാൽ മാത്രമേ അതിന് ഫലം ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വിദ്യ പരീക്ഷിക്കാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു റിവോൾവിംഗ് സ്പിന്നിൻ്റെ ചിത്രം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ ഒരു ചിത്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഒരു സ്പിൻ കറങ്ങുന്നതായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ആ ചിത്രത്തിൻ്റെ നടുവിലേക്ക്, കൃത്യമായും മധ്യഭാഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു കർമ്മം നിർവഹിക്കുക. നിങ്ങൾ ആരെയാണോ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ ലവർ ആയിക്കോട്ടെ, അതായത് പ്രണയത്തിൽ നിന്നും പിന്മാറിപ്പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന നിങ്ങളുടെ പ്രണയിതാവ് ആയിക്കോട്ടെ, അദ്ദേഹത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വിദ്യ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കുന്ന നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ, നിങ്ങളുടെ സ്നേഹം സത്യമാണെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ ഈ ഒരു വിദ്യ പ്രയോഗിക്കാവുന്നതാണ്. തെറ്റുധാരണയുടെ പേരിൽ നിങ്ങളിൽ നിന്ന് അകന്ന നിങ്ങളുടെ സുഹൃത്തിനെ തിരിച്ചു പിടിക്കാൻ, നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ വിദ്യ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള നിങ്ങളുടെ വിജയം, ഇൻ്റർവ്യൂവിലും മറ്റുമുള്ള വിജയം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹവും ഈ വിദ്യ പരീക്ഷിക്കുന്നതിലൂടെ, ഈ വിദ്യ അഭ്യസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏതൊരാഗ്രഹവും നിങ്ങളുടെ ഏകാഗ്രതയ്ക്കനുസരിച്ച് ഫലവത്താകും. 100% ഒരുപാട് ആൾക്കാർക്ക് ഫലം ലഭിച്ചിട്ടുള്ള വിദ്യയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശാന്തമായ മനസ്സോടും പോസിറ്റീവായ മനസ്സോടും കൂടി നിങ്ങൾ ഈ ഒരു വിദ്യ ചെയ്യുക. ഈ വിദ്യ ചെയ്യുന്നതിനായി ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് എന്ന് എഴുതി കാണിക്കും. അതിനുശേഷം ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ റിവോൾവിംഗ് സ്പിന്ന് കറങ്ങുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ മധ്യഭാഗത്തേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആരെയാണോ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ ചിന്തിച്ച് അല്ലെങ്കിൽ അവരുടെ ശബ്ദം മനസ്സിൽ സങ്കല്പിച്ച് കുറഞ്ഞത് 9 തവണയെങ്കിലും നിങ്ങൾ ആ ഒരു ആഗ്രഹം മനസ്സിൽ അതിതീവ്രമായി ആലോചിച്ചു കൊണ്ടേയിരിക്കണം. അതിനുശേഷം ആ വ്യക്തി അല്ലെങ്കിൽ ആ ആഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായി, നിങ്ങളോട് ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്നതായും സങ്കല്പിച്ച് വേണം
നിങ്ങൾ ഈ കർമ്മം ചെയ്യാനായിട്ട്. ഇപ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് എന്ന വീഡിയോയിൽ എഴുതി കാണിക്കും. ഈ ഒരു കർമ്മം, ഈ ഒരു വിദ്യ നിങ്ങൾ ആരംഭിക്കുക.
5 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. ഈ ഒരു നിമിഷം നിങ്ങൾ ചെയ്തതുപോലെ മനസ്സ് പൂർണ്ണമായും ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് ശാന്തമായ മനസ്സോടുകൂടി നിങ്ങൾ ഈ വിദ്യ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സാധ്യമാകുന്നതാണ്. ഏതു വ്യക്തിയെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളിലേക്ക് അടുക്കാൻ ഏതാഗ്രഹമാണോ നിങ്ങളിലേക്ക് സാധ്യമാകുന്ന രീതിയിൽ നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് തീർച്ചയായും നടക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് ഏകാഗ്രമാക്കി മനസ്സിനെ വെച്ചുകൊണ്ട് വേണം ഈ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞതുപോലെ തുടക്കത്തിൽ നിങ്ങൾക്കിതുപോലെയുള്ള വീഡിയോയുടെ സഹായം ആവശ്യമായി വരും. ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒന്നിടവട്ട ദിവസങ്ങളിൽ നിങ്ങളിത് പരിശീലിക്കുക. അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കിതിൻ്റെ മാറ്റം മനസ്സിലാകും. 6 മാസം തുടർച്ചയായി 5 മിനിറ്റ് നേരം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വീഡിയോയുടെ സഹായമില്ലാതെ തന്നെ നിങ്ങളുടെ ഉൾക്കണ്ണുകൊണ്ട് ഈ ശക്തി സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും വലിയ ഊർജം ഉള്ളിലുള്ള വ്യക്തികളാണ്. പലപ്പോഴും ഭയവും ആത്മവിശ്വാസക്കുറവുമാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. ഈ വശീകരണ വിദ്യ, ഈ ലോ ഓഫ് അട്രാക്ഷൻ വിദ്യ നിങ്ങളിലേക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് ചേർന്ന് വരണമെങ്കിൽ, നിങ്ങളിലേക്ക് അടുക്കണമെങ്കിൽ കൃത്യമായ ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി, ശാന്തമായിട്ടുള്ള മനസ്സോടുകൂടി പോസിറ്റീവായ രീതിയിൽ നമ്മൾ ഈ ഒരു കർമ്മത്തെ അനുഗമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വശീകരണ വിദ്യ യഥാർത്ഥത്തിൽ മറ്റൊരാളെ അടിമയാക്കാനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി കാര്യങ്ങൾ അനുകൂലമാക്കാനാണ്. നിങ്ങളിത് പരിശീലിച്ചു തുടങ്ങുക. ഇതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങളിത് ശീലിച്ചാൽ സമൂഹത്തിൽ ഏതു വ്യക്തിയെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ആകർഷണ വ്യക്തിത്വം, ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി നിങ്ങൾക്ക് സ്വന്തമാകും. മനസ്സിനെ നിയന്ത്രിക്കുക. ലോകം നിങ്ങൾക്ക് പിന്നാലെ വരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.